ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മെയ് മാസം 31 11:35 AM മുതൽ, അതായത് ഉദയാൽപരം 13:44 ശുക്രൻ അതിൻ്റെ ഉച്ചരാശിയായ മീനൻ രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഈ രാശിമാറ്റം 29/6/2025 ഉദയാൽപരം 20:02 വരെ, അതായത് 2:11 PM വരെ മേടൻ രാശിയിൽ, 2:11 PM ഇടവം രാശിയിലേക്കും സംക്രമിക്കുന്നു. അപ്പം 31/5/2025 11:35 AM മുതൽ 29/6/2025 2:11 PM വരെ ശുക്രൻ മേടരാശിയിലായിരിക്കും. ഈ മേടരാശിയിൽ വളരെ കുറച്ച് ദിവസം, 30 ദിവസത്തോളമേ ഉള്ളൂ. എങ്കിൽ പോലും ആ കുറച്ച് കാലയളവിൽ 27 നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ശുക്രന്റെ കാരകത്വം ഏതൊക്കെ, എന്ത് കാര്യമൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്നും ഒന്ന് നമുക്ക് അറിഞ്ഞിരിക്കാം. ശുക്രനെ കൊണ്ട് കളത്രകാരകൻ, ഗ്രഹം, വാഹനങ്ങൾ, സമ്പത്ത്, വസ്ത്രലാഭം, ഐശ്വര്യം, നിധി, ദ്രവ്യലാഭം, മാനസികോല്ലാസപരമായ എല്ലാത്തരം സുഖാനുഭവങ്ങളും, സ്ത്രീകൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, അലങ്കാരങ്ങൾ, തലപ്പാവ്, ചിത്രങ്ങൾ, സംഗീതം, കാവ്യ നാടക അലങ്കാരങ്ങൾ, ചിത്രനിർമ്മാണ സാമഗ്രികൾ, വിശേഷ വസ്ത്രങ്ങൾ, കിടക്ക, കട്ടിൽ, പായ്, ശയനഗ്രഹം, കൂട്ടുകാർ, ദാമ്പത്യസുഖം, വള്ളിക്കുടിൽ, വിവാഹം, പശുക്കൾ, കുതിര, നാൽക്കാലികൾ, സുഗന്ധപുഷ്പങ്ങൾ, അങ്ങനെ നൃത്ത സംഗീത വാദ്യങ്ങൾ, ഇവയൊക്കെ ശുക്രനെ കൊണ്ട് ചിന്തിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഭാര്യ, ഗ്രഹം, വാഹനം, സമ്പത്ത്, വസ്ത്രലാഭം, ഐശ്വര്യം, ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളെ ശുക്രനെ കൊണ്ട് ചിന്തിക്കാം. ശുക്രൻ ഒരു ശുഭ ഗ്രഹമാണ്, ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ്. നമ്മൾ ശുക്രനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ശുക്രൻ്റെ രത്നം ഡയമണ്ടാണ്, വജ്രമാണ്. ശുക്രൻ്റെ സാധാരണ ശുക്രൻ നിൽക്കുന്നത് ഇടവൻ രാശിയുടെയും തുലാൻ രാശിയുടെയും മധ്യമനായിട്ടാണ് ശുക്രനെ കണക്കാക്കുന്നത്. ഇടവൻ രാശി എന്ന് പറയുന്നത് കാർത്തികയുടെ അവസാന 3 പാദവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ 2 പാദവും ചേരുന്നവർക്ക്, ആ 2 പാദവും ചേരുന്നത് ഇടവൻ രാശിയാണ്. അതുപോലെ തന്നെ തുലാരാശി എന്ന് പറയുന്നത് ചിത്രയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ 3 പാദവും ചേരുന്നതാണ്. ഈ 2 രാശിക്കാരുടെയും രാശിനാഥനാണ് ശുക്രൻ. അതുപോലെ തന്നെ ഭരണി, പൂരം, പൂരാടം, ഈ 3 നക്ഷത്രങ്ങളുടെയും ദശാനാഥനാണ് ശുക്രൻ. ഏറ്റവും കൂടുതൽ ദശാകാലമുള്ള ഗ്രഹമാണ് ശുക്രൻ. ശുക്രന് 20 വർഷമാണ് ദശാകാലം. എല്ലാ ശുക്രദശയാണെങ്കിൽ സുഖിക്കാത്തവരില്ല എന്നാണ് പറയുന്നത്. അപ്പം ശുക്രനെ കൊണ്ട് ഒരുപാട് നന്മകൾ പറയാം. അതിന് ശുക്രൻ ഇതുവരെ നമ്മൾ മീനം ശുക്രൻ്റെ ഉച്ചരാശിയാണ്, ഉച്ചരാശിയിലായിരുന്നു. ഇപ്പോൾ അത് അവിടെ നിന്നും മേടൻ രാശിയിലേക്ക് മാറുകയാണ്. ആ മാറ്റം എന്തൊക്കെ ഗുണഫലങ്ങൾ വരുത്തുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ശുക്രൻ ലഗ്നത്തിൽ നിന്നാൽ എന്തൊക്കെ ഫലമാണ്? സൗന്ദര്യമുള്ള ശരീരവും കണ്ണും, അതുപോലെ തന്നെ സുഖിമാനായും ദീർഘായുസുള്ളയാളായും സ്ത്രീജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനായും പുത്രന്മാരുള്ളവരായും ഒക്കെ ഭവിക്കുമെന്നാണ് പറയുന്നത്. ഇനി ശുക്രൻ 2ാമിടത്ത് നിന്നാൽ കവിത എഴുതുന്നവനായിട്ടും വളരെ ധനവും വിദ്യാഭ്യാസമുള്ളവനായിട്ടും സംഗീതജ്ഞനായിട്ടും സംഗീതജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവനായിട്ടും കാമിയായും മൃഷ്ടാന്നഭോജിയായും ലാളിത്യവും പല അർത്ഥങ്ങളും ഭംഗിയും ഉള്ള വാഗ്വിലാസത്തോടു കൂടിയവനുമായി തീരും.
ഇനി മൂന്നാമിടത്ത് ശുക്രൻ നിന്നാൽ സുഖവും ഗ്രഹോപകരണങ്ങളും കളത്ര സുഖവും കുറഞ്ഞിരിക്കുന്നവനായും സ്ത്രീകൾക്ക് അധീനനായും ഒരിക്കലും ഒന്നിലും ഇഷ്ടമില്ലാത്തവനായും ആർക്കും ഒന്നും കൊടുക്കാത്തവനായും കോപത്തോടുകൂടി പറയുന്നവനായും ബുദ്ധി സാമർഥ്യം കുറഞ്ഞവനായും ഭവിക്കും. ശുക്രൻ നാലാമിടത്ത് നിന്നാലോ ഗ്രഹോപകരണ സമ്പത്തും സുഖവും ഉത്തമ ഗ്രഹങ്ങളും കളത്ര സുഖവും നല്ല വാഹനങ്ങളും വിദ്യയും ശൃംഗാര ചേഷ്ടാവിശേഷങ്ങളും ബന്ധുക്കളും പ്രസിദ്ധിയും ഉള്ളവനായും വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റും കൊണ്ട് അലങ്കരിക്കുന്നവനായും ഭവിക്കും. ശുക്രൻ അഞ്ചാമിടത്ത് നിന്നാൽ പ്രഭുവായും ഏറ്റവും ബുദ്ധിസാമർഥ്യവും വളരെ സമ്പത്തും സന്താനങ്ങളും ബന്ധുക്കളും ഒക്കെ ഉള്ളവനായും സമർത്ഥനായും കുതിര പടനായകനായോ രാജമന്ത്രിയായോ പൂജ്യനായോ ഭവിക്കാം. ആറാമിടത്ത് ശുക്രൻ നിന്നാൽ സ്ത്രീകൾ നിമിത്തം പലതരത്തിൽ ക്ലേശം അനുഭവിക്കുന്നവനായും ശത്രുക്കളെ ഹനിക്കുന്നവനായും ഭയമുള്ളവനായും രോഗാദികളാൽ പീഡിതനായും പരാജയവും അപവാദവും നിമിത്തം വളരെ പരവശനായും ഭവിക്കും. ഏഴാമിടത്ത് ശുക്രൻ നിന്നാൽ ബഹുസ്ത്രീ സക്തനായും ശ്രീജിതനായും കളത്ര നഷ്ടമുള്ളവനായും സൗന്ദര്യവും സൗഭാഗ്യവും സുഖവും സമ്പത്തും പ്രതിബിത്വവും ഉള്ളവനായും അംഗവൈകല്യം ഉള്ളവനായും ഭവിക്കും. എട്ടാമിടത്ത് ശുക്രൻ നിന്നാലോ ഏറ്റവും അനുഭവ സുഖമുള്ളവനായും വളരെ സമ്പത്തും പ്രൗഢിയും ദീർഘായുസ്സുമുള്ളവനായും പ്രഭുത്വമോ രാജത്വമോ ഉള്ളവനായും ഭവിക്കും. ഒൻപതാമിടത്ത് ശുക്രൻ നിന്നാൽ അതിഥി സൽക്കാരത്തിലും ദേവപൂജയിലും താല്പര്യമുള്ളവനായും വളരെ ധനവും സൽകളത്ര പുത്രാദികളും ഉള്ളവനായും മഹാരാജപ്രസാദം കൊണ്ട് ലഭിക്കപ്പെട്ട ഐശ്വര്യത്തോടു കൂടിയവനായും ഭവിക്കും. പത്താമിടത്ത് ശുക്രൻ നിന്നാൽ ഏറ്റവും ബുദ്ധിശക്തിയും ബന്ധുക്കളും സൽകീർത്തിയും ഉള്ളവനായും വളരെ ശ്രേഷ്ഠ കർമ്മങ്ങളെ ചെയ്യുന്നവനായും വസ്ത്രാദികളെ ക്രയവിക്രയം ചെയ്ത് ലഭിക്കപ്പെട്ട ധനത്തോടു കൂടിയവനായും ഭവിക്കും. 11ാമിടത്ത് ശുക്രൻ നിന്നാൽ പരസ്ത്രീരഥനായും വളരെ ദ്രവ്യവും ഭൃത്യന്മാരും സുഖവും സമ്പത്തും ഒക്കെ ഉള്ളവനായും രാജാവിൽ നിന്ന് പോലും ലഭിക്കപ്പെട്ട സമ്പത്തുകളോട് കൂടിയവനായി ലഭിക്കും. സർക്കാർ സമ്പത്തൊക്കെ ലഭിക്കുവാനുള്ള യോഗമുള്ളയാളാണ്. 12ാമിടത്ത് ശുക്രൻ നിന്നാലോ ബന്ധുക്കളോട് വേർപെട്ടവനായും സഞ്ചാരിയും ധനമുള്ളവനായും മൃഷ്ടാന്നഭോജിയായും തടിച്ചിരിക്കുന്ന ശരീരത്തോടു കൂടിയവനായും മടിയനായും നിർമ്മലനായും ശയന സുഖമുള്ളവനായും ഭവിക്കും. പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ ഒരു ശുഭഗ്രഹമായതുകൊണ്ട് 3, 6, 8, 12 ഒഴിച്ച് മറ്റെവിടെ നിന്നാലും ഗുണഫലങ്ങളാണ്. 3, 6, 8 ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. രാശിപ്രകാരം നമുക്കൊന്ന് നോക്കാം. ചൊവ്വയുടെ രാശിയായ മേടത്തിലോ വൃശ്ചികത്തിലോ ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവനാണെങ്കിൽ അത്ര നല്ല ലക്ഷണങ്ങളല്ല. സകല സ്വത്തുമൊക്കെ നശിച്ചു പോകുവാനും തൻ്റെ വംശത്തിനും തനിക്കും കളങ്കമുണ്ടാക്കുന്നവനുമായും പരസ്ത്രീ ശക്തനായുമൊക്കെ വന്നേക്കാം. അപ്പം മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രന്റെ രാശിമാറ്റം അത്ര ശുഭമല്ല. 27 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉച്ചരാശിയായ മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്കുള്ള ശുക്രന്റെ രാശിമാറ്റം അത്ര ഗുണകരമായിരിക്കണമെന്നില്ല. എന്നാൽ ലഗ്നത്തിൻ്റെ ആശ്രയത്വം വെച്ച് നോക്കുമ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്നത്, 2ാം ഭാവത്തിൽ നിൽക്കുന്നത്, 4ാം ഭാവത്തിൽ നിൽക്കുന്നതൊക്കെ അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ്. എന്തായാലും ഏത് മാറ്റവും, ഏത് ഗ്രഹത്തിൻ്റെ രാശിമാറ്റവും എല്ലാ നക്ഷത്രക്കാർക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇപ്പം ഈ ശുക്രന്റെ രാശിമാറ്റവും നല്ല ഫലങ്ങൾ നൽകുവാനായി
മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് ശുക്രന്റെ കാരകത്വമുള്ള വെള്ളിയാഴ്ച ദിവസമാണ് ശുക്രന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം. അന്ന് വെളുപ്പോ ചുവപ്പോ നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത്, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത്, നെയ്വിളക്ക് തെളിച്ച് കത്തിച്ച് ശുക്രനെ പ്രാർത്ഥിക്കുന്നത്, നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രന് അർച്ചന നടത്തുന്നത്, നെയ്വിളക്ക് കത്തിക്കുന്നത്, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഭഗവതിക്ക് വെളുത്ത പട്ടിന്മേൽ ചുവന്ന ബോർഡറുള്ള പട്ടൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ശുക്രന്റെ ദോഷങ്ങളും മാറ്റുന്നതിന് സഹായകമാകും. ശുക്രൻ കന്നി രാശിയിൽ, മീനൻ രാശിയിൽ ഉച്ചസ്ഥനാണെങ്കിൽ കന്നിരാശിയിൽ അത്ര ശുഭത്വം ഇല്ലാത്തതുകൊണ്ട് തന്നെ കന്നിരാശി ശുക്രൻ നിൽക്കുന്നവരൊക്കെ അമ്മയെ പ്രാർത്ഥിക്കുന്നതും വെള്ളിയാഴ്ച ദിവസം നെയ്വിളക്ക് കത്തിച്ച് മഹാലക്ഷ്മി എതിരേക്കുന്നതുമൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. 27 നക്ഷത്രക്കാരും വെള്ളിയാഴ്ച ദിവസം വെളുത്ത വസ്ത്രം ധരിച്ച് ശുക്രഹോരയിൽ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിന് സഹായകമാവും. ശുക്രന്റെ രാശിമാറ്റം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.